ടേക്ക് ഓഫിന് ശേഷമുണ്ടായ ഒരു സാങ്കേതിക തകരാർ. ആ തകരാറിന് ശേഷമാണ് ഈ വിമാനം 625 അടി ഉയരത്തിൽ അതിന് മുകളിലേക്ക് പോകാൻ സാധിച്ചില്ല. അവിടെ വെച്ച് ബന്ധം നഷ്ടപ്പെടുന്നു. പിന്നീട് ഈ കെട്ടിടത്തിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. ഈ പതിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞതനുസരിച്ച് വലിയൊരു തീഗോളം ഉണ്ടായി, വലിയ പുക ഉയരുന്നത് മാത്രമാണ് കണ്ടത്. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ വലിയ നടുക്കമുണ്ടാക്കുന്നതായിരുന്നു. ആ മൃതദേഹ ശരീരഭാഗങ്ങളൊക്കെ ചിന്നിച്ചിതറി കിടക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അങ്ങനെ എല്ലാവരെയും വിഷമിപ്പിക്കുന്ന, ഏറെ നടുക്കമുണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇതെന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട്. DGCA ഉദ്യോഗസ്ഥരടക്കം ഇനി ഈ സ്ഥലത്തെത്തും. അവർ ഈ സ്ഥലത്തെത്തി വിശദമായി പരിശോധന നടത്തും. ബ്ലാക്ക് ബോക്സ് അടക്കം കണ്ടെത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ ഏറ്റവും അവസാനം ഈ വിമാനത്തിലെ 2 പൈലറ്റുമാർ അവരെന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടാവും. അതിന്റെ ഓഡിയോ റെക്കോർഡിംഗ്സ് അടക്കം ഈ ബ്ലാക്ക് ബോക്സിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തതിന് ശേഷം അതിൽ പരിശോധന നടത്തി എന്ത് സാങ്കേതിക തകരാറാണ് ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്ന് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടക്കുകയാണ്. 4 IAS ഉദ്യോഗസ്ഥരെ അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപനത്തിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഈ ഏകോപനങ്ങൾ അത്രയും നടക്കുക. രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസം അടക്കം നടക്കുന്നത് ഇവരുടെ മേൽനോട്ടത്തിലാണ്. എന്തായാലും കേന്ദ്രമന്ത്രിമാരടക്കം ഈ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വ്യോമയാന മന്ത്രി അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് അവിടെ എത്തിയിട്ടുണ്ട്. ഈ അഹമ്മദാബാദിൽ ഈ ദുരന്തം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വ്യോമയാന മന്ത്രിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഈ സ്ഥലത്തെത്തി, അപകടം നടന്ന സ്ഥലത്ത് അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഈ സംഭവം നടന്ന ഈ സ്ഥലത്ത് എത്തി അദ്ദേഹം ഈ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവിടുത്തെ പ്രാദേശിക അധികാരികളോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് വ്യോമയാന മന്ത്രി. എന്തായാലും ഇതിനുശേഷം ഒരു പ്രാഥമിക അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് വ്യോമയാന വകുപ്പിന് അവിടുത്തെ DGCA എയർപോർട്ട് അതോറിറ്റി അടക്കം നൽകും. നേരത്തെ ഈ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സുപ്രീം കോടതി സിറ്റിംഗ് ജഡ്ജിയുടെയോ റിട്ടയർഡ് ജഡ്ജിയുടെയോ നേതൃത്വത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സത്യം പുറത്തു വരണമെന്നാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടത്. അങ്ങനെ രാജ്യം നടുങ്ങിയ ഏറ്റവും വലിയ ദുരന്തത്തിൽ എല്ലാവരും അനുശോചിക്കുന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയുടെ ദുഃഖത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നു. എന്തായാലും ഈ കേന്ദ്രമന്ത്രിമാരടക്കം ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം DGCയുടെ ഉയർന്ന ടെക്നിക്കൽ അംഗങ്ങളടക്കം ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. അവർ ഇവിടെ പരിശോധന നടത്തുകയാണ്, ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ്. ഗൂഗിൾ തീർച്ചയായും അജീഷ് പറഞ്ഞതുപോലെ വിവിധ ഏജൻസികൾ, വിവിധ സേനാ വിഭാഗങ്ങളൊക്കെ ആ രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോഴുമുണ്ട്. കാരണം കെട്ടിടങ്ങളുടെ മുകളിലേക്കാണ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൻ്റെ കെട്ടിടങ്ങൾ തന്നെ തകർന്നിട്ടുണ്ട്. അതിനിടയിലൊക്കെ അവർ പരിശോധന നടത്തുന്നുണ്ട്. പലരെയും കാണാതായി. നിരവധി പേർ പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. 60-ലധികം ആളുകൾ പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. ബാക്കി 242 യാത്രക്കാരിൽ അവരാരും തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ടാകില്ല എന്നതാണ് അഹമ്മദാബാദ് കമ്മീഷണർ അല്പം മുമ്പ് പറഞ്ഞത്.